ചിലന്തിയെ കണ്ടാൽ പേടിയാണോ? എന്നാൽ ചിലന്തിയെ ആരാധിക്കുന്ന ഒരു ക്ഷേത്രമുണ്ടെന്നറിഞ്ഞോ? ലോകത്തിലെവിടെയും കാണാനാകാത്ത ഒരു അത്ഭുത ക്ഷേത്രം നിങ്ങൾക്ക് കാണാം. പത്തനംതിട്ട ജില്ലയിലെ കൊടുമണിക്ക് സമീപമുള്ള പള്ളിയറ ദേവി ക്ഷേത്രം, അല്ലെങ്കിൽ ചിലന്തിയമ്പലം എന്ന പേരിൽ അറിയപ്പെടുന്ന വിസ്മയകരമായ ക്ഷേത്രം. 1300 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ഇവിടെ ചിലന്തിയെ ദൈവമായി ആരാധിക്കപ്പെടുന്നു. ഇത് സാധാരണ ക്ഷേത്രമല്ല. ചിലന്തി കടിക്ക് ചികിത്സ ലഭിക്കുന്ന ലോകത്തിലെ ഒരേയൊരു ദേവീക്ഷേത്രം ഇതാണ്. ചെന്നീർക്കര സ്വരൂപത്തിലെ മഹാരാജാവായിരുന്ന രവീന്ദ്രൻ വിക്രമൻ അദ്ദേഹം ആയുർവേദത്തിൽ അതുല്യമായ വൈദ്യനും വിഷചികിത്സയിൽ പ്രശസ്തനുമായിരുന്നു. പക്ഷെ ജീവിതം അദ്ദേഹത്തെ പരീക്ഷിച്ചു. 3 പുത്രിമാരിൽ ഒരാൾ ചെറുപണി കൊണ്ട് മരിച്ചു. മറ്റൊരാൾ ആ ദുഃഖത്തിൽ ആത്മഹത്യ ചെയ്തു. ഇളയ പുത്രി ലോകം വിട്ട് പള്ളിയറയിൽ ധ്യാനത്തിലിരുന്നു. അവസാനം സമാധി പ്രാപിച്ചു. ഒരു ദിവസം പള്ളിയറ വാതിൽ തുറന്നപ്പോൾ ദേവി മുഴുവൻ ചിലന്തി വല കൊണ്ട് മൂടപ്പെട്ടിരുന്നു. ചിലന്തികൾ ദേവിയുടെ കാവൽ നിന്നു. അത് കണ്ട ജനങ്ങൾ ദേവിയെ പള്ളിയറ ദേവിയായി ആരാധിച്ചു. അങ്ങനെ ജനിച്ചു ചിലന്തി അമ്പലം. ഇന്നും ഇവിടെ വരുന്നവർ മലർ നൈവേദ്യം സമർപ്പിക്കുന്നു, ഭസ്മം പുരട്ടുന്നു, കിണറ്റിലെ വെള്ളം കുടിക്കുന്നു. ഈ വെള്ളത്തിൽ രാജാവ് മറച്ച ഔഷധങ്ങളുടെ ശക്തിയുണ്ടെന്ന് വിശ്വാസം. ഇവിടെ ചിലന്തി ഒരു ജീവിയല്ല, ദേവിയുടെ സാന്നിധ്യമാണ്. ഇവിടെ എത്തുന്നവർ ചികിത്സ മാത്രമല്ല നേടുന്നത്, മനസ്സിനും ശാന്തി ലഭിക്കുന്നു. കൊടുമൺ ചിലന്തി അമ്പലം, ദേവിയുടെ കരുണ നിറഞ്ഞ വിശ്വാസത്തിൻ്റെ ഒരു അത്ഭുതം. ഇത്തരത്തിലുള്ള കൂടുതൽ ഭക്തി കഥകൾക്കായി ശ്രീകുട്ടൻ ഹിന്ദു ഭക്തി സ്റ്റോറീസ് ഫോളോ ചെയ്യൂ.